Hi everyone, welcome back to Aveno English Hub. So let's get started. Welcome back to our grammar series. In our previous classes, we discussed parts of speech or word classes. We also began our study of the parts of speech by learning about nouns and their function and different types of nouns, etc. Today, we are moving on to another important part of speech, that is the pronoun. In this lesson, we will explore what pronouns are, why we use them, and the different type of pronouns with example. So, let's get started with pronoun. What is a pronoun? എന്താണ് pronoun? Simple ആയിട്ട് pronounന്റെ definition പറയുകയാണെങ്കിൽ pronoun is a word used instead of a noun. Instead of a noun to avoid unnecessary repetition and make sentences smoother and more natural എന്ന് പറയും അല്ലേ? എന്ന് വെച്ചാൽ എന്താ? noun റിപ്പീറ്റ് ചെയ്ത് ഒരു സെന്റൻസിൽ വരുന്നതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് pronoun യൂസ് ചെയ്യുന്നത്. For example നോക്കുകയാണെങ്കിൽ Riya is a student. Riya studies in a college. Riya is hardworking. പിന്നെ Riya എന്ന് റിപ്പീറ്റ് ചെയ്ത് ഒരു സെന്റൻസിൽ ഇങ്ങനെ വരുന്നതിന്റെ ആ ഒരു റെപ്പിറ്റീഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? pronoun യൂസ് ചെയ്യുന്നത്. Riya എന്നുള്ള ആ ഒരു റെപ്പിറ്റീഷന് പകരം ഇവിടെ യൂസ് ചെയ്ത് നോക്കൂ. Riya is a student. She studies in a college. She is hardworking. So here she is replaces the noun Riya. റിയ എന്ന് പറയുന്ന നൗണ് റിപ്പീറ്റ് ചെയ്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഷീ ആണെങ്കിൽ ഷീ, ഹി ആണെങ്കിൽ ഹി ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇവിടെ റിയ ഗേൾ ആയതുകൊണ്ട് തന്നെ ഷീ ആണ് നമ്മളിവിടെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. പിന്നെ രാഹുൽ ഈസ് എ സ്റ്റുഡൻറ്. രാഹുൽ സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒന്നും കൂടെ ഈസി ആയിട്ടില്ല, നമുക്ക് സെന്റൻസ് ഷോർട്ട് ആക്കാനും അതേപോലെ തന്നെ പറയാൻ ആ ഒരു കമ്മ്യൂണിക്കേഷൻ സെന്റൻസ് ഷോർട്ട് ആക്കാനും കമ്മ്യൂണിക്കേഷൻ സ്മൂത്തർ ആൻഡ് നാച്ചുറൽ ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ് രാഹുൽ ഈസ് എ സ്റ്റുഡൻറ്, ഹി സ്റ്റഡീസ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ ഷോർട്ട് ആയിട്ട് പ്രൊനൗൺ ഈസ് എ വേർഡ് യൂസ്ഡ് ഇൻ പ്ലേസ് ഓഫ് നൗൺ അല്ലെ, ഇൻസ്റ്റെഡ് ഓഫ് നൗൺ, നൗണിന്റെ പ്ലേസിൽ നൗണിന് പകരം ഉപയോഗിക്കുന്നതാണ് പ്രൊനൗൺ. ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ആൻഡ് മേക്ക് സെന്റൻസസ് ഈസിയർ ടു റീഡ് ആൻഡ് സ്പീക്ക്. അപ്പൊ ഇതാണ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ. ഇവിടെ ഒരു എക്സാമ്പിളും കൂടെ കൊടുത്തിട്ടുണ്ട്. വൈ ഡു വി നീഡ് പ്രൊനൗൺ? നേരത്തെ നമ്മൾ പറഞ്ഞു അല്ലെ, അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് നൗൺ. നൗൺ അല്ലേ, ഒരാളെ പേര് തന്നെ റിപ്പീറ്റ് ചെയ്ത് ആ ഒരു സെന്റൻസ് ലെങ്തി ആവുന്നതിനെക്കാട്ടിലും എന്താണ് ആ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കുക എന്നുള്ളതും മേക്ക് സെന്റൻസ് ഷോർട്ടർ ആൻഡ് ക്ലിയറർ, സെന്റൻസ് ഷോർട്ട് ആൻഡ് ക്ലിയർ ആക്കുക എന്നുള്ളതുമാണ്. ഇംപ്രൂവ് ദ ഫ്ലോ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആ പേര് തന്നെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ്റെ ആ ഒരു ഫ്ലോ എന്ത് ചെയ്യും, അവിടെ ഇല്ലാതാവും. അപ്പൊ അത് ഒഴിവാക്കാനും ആൻഡ് മേക്ക് സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് മോർ നാച്ചുറൽ. അപ്പൊ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊനൗൺ യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് നൗൺ, നൗണിന് പകരം. അതിനൊരു എക്സാമ്പിളും കൂടെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അഹമ്മദ് ബ്രോട്ട് എ ബുക്ക്, അഹമ്മദ് റീഡ് ദ ബുക്ക്, അഹമ്മദ് ലൈക്ഡ് ദ ബുക്ക്. അപ്പൊ നോക്കുക, ഇവിടെ റിപ്പീറ്റേഷൻ വരുന്നുണ്ട്. റിപ്പീറ്റേഷൻ വരുമ്പോൾ എന്താണ്, സെന്റൻസ് ഷോർട്ടർ ആൻഡ് ക്ലിയർ ആവുന്നില്ല. അപ്പൊ ആ ഒരു റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആൻഡ് ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഫ്ലോ നിലനിർത്താനും സ്പീച്ച് ആൻഡ് റൈറ്റിംഗ് മോർ നാച്ചുറൽ ആക്കാനും കൂടെ വേണ്ടിയിട്ടാണ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, നാച്ചുറൽ ആയിട്ട് വരുന്നത് നോക്കുക. അഹമ്മദ് ബോട്ട് എ ബുക്ക്, ഹി റീഡ് ഇറ്റ്, ഹി ലൈക്ക് ഇറ്റ്. വളരെ ഷോർട്ട് ആക്കി സെന്റൻസ് ആൻഡ് അതൊരു നാച്ചുറൽ ഫ്ലോ ഉണ്ട്. അപ്പൊ ഇതാണ് പ്രൊനൗൺ എന്ന് പറയുന്നതും പ്രൊനൗണിന്റെ യൂസ് എന്താണ്, എന്തിനാണ് നമ്മൾ ഒരു സെന്റൻസിൽ പ്രൊനൗൺ യൂസ് ചെയ്യുന്നത് എന്നുള്ളത് സിമ്പിൾ ആയിട്ട് മനസ്സിലായല്ലോ. Classification of pronouns. Why do we need classification of pronouns? Or why do we classify pronouns? എന്തിനാണ് നമ്മൾ പ്രൊനൗൺസ് ക്ലാസിഫൈ ചെയ്യുന്നത്? നൗണിന് ഇപ്പൊ നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ കണ്ടു. പ്രൊനൗണിന് എന്തിനാ അങ്ങനെ? പ്രൊനൗൺ എന്ന് പറയുന്നത് ജസ്റ്റ് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, രാഹുൽ എന്നുള്ള ആ ഒരു നൗണിന് ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ ഹി യൂസ് ചെയ്യും. റിയ എന്നുള്ള നൗണിന് പകരം അല്ലെങ്കിൽ ഇൻസ്റ്റഡ് ആയിട്ട് നമ്മൾ ഷീന്ന് യൂസ് ചെയ്യും. സെന്റൻസിനെ മോർ കോംപ്ലിക്കേറ്റഡ് ആക്കാതെ, ലെങ്തി ആക്കാതെ, റിപ്പീറ്റേഷൻ വരാതെ നിൽക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അങ്ങനെയാണെങ്കിലും കൂടെ there are many kind of pronouns. എന്തിനാണ്? ഈച്ച് കൈൻഡ് ഡസ് എ ഡിഫറെന്റ് ജോബ് ഇൻ സെന്റൻസ്. ഒരു സെന്റൻസിൽ ഓരോ ടൈപ്പ് ഓഫ് പ്രൊനൗൺസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ജോബാണ് അവർ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ ചെയ്യുന്ന ജോബിന്റെ അടിസ്ഥാനത്തിൽ വി ക്ലാസിഫൈ പ്രൊനൗൺസ് ഇൻ ടു 10 ഡിഫറെന്റ് ഗ്രൂപ്പ്സ്. അപ്പൊ അത് ഏതൊക്കെയാണ്? ഫസ്റ്റ് എന്ന് പറയുന്നത് പേഴ്സണൽ പ്രൊനൗൺസ്, പൊസസീവ് പ്രൊനൗൺസ്, റിഫ്ലെക്സീവ് പ്രൊനൗൺസ്,
emphatic pronouns, demonstrative pronouns, interrogative pronouns, relative pronouns, indefinite pronouns, distributive pronouns, reciprocal pronouns. ഇങ്ങനെ 10 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പ്രൊനൗൺസിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. സോ ഓരോ ടൈപ്പും എന്താണെന്നുള്ളത് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് ഈ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ഒരു ഐഡിയ കിട്ടും. പ്രൊനൗൺസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഈ പ്രൊനൗൺസിന്റെ ക്ലാസിഫിക്കേഷനിൽ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് പേഴ്സണൽ പ്രൊനൗൺസ്. അതെന്താണെന്ന് പറഞ്ഞാൽ പേഴ്സണൽ പ്രൊനൗൺസ് റെഫേഴ്സ് ടു പേഴ്സൺസ്, ആനിമൽസ്, പ്ലേസ് ഓർ തിങ്സ്. നമ്മൾ സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണിനെയോ ആനിമൽസിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലേസിനെയോ ഏതെങ്കിലും ഒരു വസ്തുവിനെയോ നമ്മൾ പറയാൻ വേണ്ടിയിട്ട്, എന്നുവെച്ചാൽ അവരുടെ നൗണിന് പകരം ഇൻസ്റ്റെഡ് ഓഫ് നൗൺ അവരെ നമ്മൾ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്നത്. പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയാം. ഇപ്പോൾ ഇംഗ്ലീഷിൽ ഗ്രാമറിൽ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു കോൺവെർസേഷനിൽ ആരൊക്കെയാണ് ഇൻവോൾവ്ഡ് ആയിട്ടുള്ളത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ ഫസ്റ്റ് പേഴ്സണും സെക്കൻഡ് പേഴ്സണും അതേപോലെ തന്നെ തേർഡ് പേഴ്സണും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഹു ഓൾ ആർ ഇൻവോൾവ്ഡ് ഇൻ എ കോൺവെർസേഷൻ അല്ലെങ്കിൽ ഹു ഓൾ ആർ ഇൻവോൾവ്ഡ് ഇൻ എ കമ്മ്യൂണിക്കേഷൻ. ഒരു കമ്മ്യൂണിക്കേഷനിൽ ആരൊക്കെയാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ 3 ടൈപ്പ് ഓഫ് പേഴ്സൺസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, കാണിക്കുന്നുണ്ട്. അതാണ് ഫസ്റ്റ് പേഴ്സൺ, പിന്നെ സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. എന്താണ് ഫസ്റ്റ് പേഴ്സൺ എന്നുള്ളതുകൊണ്ട് മീൻ ചെയ്യുന്നത്? ഹു റെഫേഴ്സ് ടു ദ സ്പീക്കർ. ആരാണ് പറയുന്നത് അല്ലെ? ഒന്നെങ്കിൽ ഒരു സിംഗുലർ ആയിട്ടുള്ള ഒരാളാവും പറയാം, അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളായിരിക്കും, അവരുടെ വോയിസ് ആയിരിക്കും പറയാം. അപ്പം അതിന്റെ അടിസ്ഥാനത്തിൽ ഫസ്റ്റ് പേഴ്സണിൽ പ്രൊനൗൺ എന്ത് ചെയ്തിട്ടുണ്ട്? ഐ, പിന്നെ പ്ലൂറൽ ആണെങ്കിൽ വി, ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് പേഴ്സൺ റെഫേഴ്സ് ടു ദ സ്പീക്കർ അല്ലെ, ആരാണ് സ്പീക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ആരാണ് പറയുന്നത് അവരെ ബേസ് ചെയ്തിട്ട് സിംഗുലറും പ്ലൂറൽ ആയിട്ട് ഐ അല്ലെങ്കിൽ വി. ഇപ്പൊ ഞാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയാം, അല്ലെങ്കിൽ ഞങ്ങൾ അല്ലെ, വി. ഐ ആം എ ടീച്ചർ, വി ആർ ഫ്രണ്ട്സ്. ഇതാണ് ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത്, റെഫേഴ്സ് ടു ദ സ്പീക്കർ. ഇനി സെക്കൻഡ് പേഴ്സൺക്ക് വരുന്ന സമയത്ത് റെഫേഴ്സ് ടു ദ പേഴ്സൺ സ്പോക്കൺ ടു. നമ്മൾ ആരോടാണ് സംസാരിക്കുന്നത്, ആരെയാണ് ഈ ഒരു കോൺവെർസേഷനിൽ നമ്മൾ സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത് എന്നുള്ളതിന്റെ ബേസിലാണ് സെക്കൻഡ് പേഴ്സൺ വരിക. അപ്പൊ അവിടെ എന്താണ്? യു ആണ് സെക്കൻഡ് പേഴ്സൺ. അത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും എന്താണ്? യു ആണ് യൂസ് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ, സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും യുവിന്റെ കൂടെ എന്താണ് യൂസ് ചെയ്യുക? യു ആർ അല്ലെങ്കിൽ യു ഹാവ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. ഒരിക്കലും ഈസോ അല്ലെങ്കിൽ ഹാസോ യൂസ് ചെയ്യൂല എന്നുള്ളത്. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ യു എന്ന് പറയുന്നത് സ്പെഷ്യൽ കേസ് ആണ്. അപ്പൊ സിംഗുലറും പ്ലൂറലും ആണെങ്കിലും യുവിന്റെ അല്ലെങ്കിൽ വേറൊരാളെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ, ഒരു സെക്കൻഡ് പേഴ്സണെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ സിംഗുലറിലും പ്ലൂറലിലും യു ആണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇതാ, യു ആർ മൈ ഫ്രണ്ട്, യു ഓൾ ആർ വെൽക്കം. ഇനി തേർഡ് പേഴ്സൺക്ക് നോക്കുന്ന സമയത്ത് റെഫേഴ്സ് ടു ദ പേഴ്സൺ ഓർ തിങ് സ്പോക്കൺ അബൌട്ട്. നമ്മൾ ആരെ കുറിച്ചാണോ പറയുന്നത്, ഒന്നെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിനെ കുറിച്ചാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ആനിമൽസിനെ കുറിച്ചാവാം, പ്ലേസിനെ കുറിച്ചാവാം, തിങ്സിനെ കുറിച്ചാവാം. എന്തിനെ കുറിച്ചാണോ പറയുന്നത് അതിനനുസരിച്ച് അവർക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ് ആണ്. സിംഗുലർ ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ്. പ്ലൂറൽ ആണെങ്കിൽ ദേ എന്ന് പറയും. അപ്പോൾ തേർഡ് പേഴ്സൺ എന്താണെന്നുള്ളതും സെക്കൻഡ് പേഴ്സൺ എന്താണെന്നുള്ളതും ഫസ്റ്റ് പേഴ്സൺ എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ പേഴ്സണൽ പ്രൊനൗൺ ഒന്നുകൂടെ ചുരുക്കി പറഞ്ഞാൽ പേഴ്സണൽ പ്രൊനൗൺ റെഫേഴ്സ് ടു പേഴ്സൺസ്, ആനിമൽസ്, പ്ലേസ് ഓർ തിങ്സ്. നമ്മൾ ഏതെങ്കിലും ഒരു പേഴ്സണിനെയോ ആനിമലിനെയോ പ്ലേസിനെയോ തിങ്സിനെയോ നമ്മളെ കോൺവെർസേഷനിൽ അല്ലെങ്കിൽ നമ്മളുടെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്ന സമയത്ത് അവരുടെ നെയിമിന് പകരം നമ്മൾ അവരെ യൂസ് ചെയ്യുന്ന പ്രൊനൗൺസിനെയാണ് പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയാം. അതിന് ഇംഗ്ലീഷ് ഗ്രാമറിൽ നമ്മൾ ആരാണോ സംസാരിക്കുന്നത്, ആ ഒരു കോൺവെർസേഷന്റെ ആരാണോ അതിൽ ഇൻവോൾവ് ആയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സെൽഫിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഞങ്ങള് എന്നുള്ള ഒരു ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ അല്ലെ, ഫസ്റ്റ് പേഴ്സൺ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ സിംഗുലറിൽ ഐയും പ്ലൂറലിൽ വിയും. സെക്കൻഡ് പേഴ്സൺ അല്ലെ, വേറൊരാളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഒരാളെ കുറിച്ച് നീ, നിന്നെ കുറിച്ച് എന്ന് പറയുന്ന സമയത്ത് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുക യു ആണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുമ്പോൾ നമ്മളുടെ കോൺവെർസേഷനിൽ ഇല്ലാത്തൊരു തേർഡ് പേഴ്സണിനെ, ഒരു മൂന്നാമത്തെ ഒരാളെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിൽ അവിടെ സിംഗുലർ ആണെങ്കിൽ ഹി, ഷീ, ഇറ്റ്. പ്ലൂറൽ ആണെങ്കിൽ നമ്മൾ ദേ ആണ് യൂസ് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ. ഇതാണ് പേഴ്സണൽ പ്രൊനൗൺ. ഇനി അടുത്തൊരു ടൈപ്പ് പ്രൊനൗണും കൂടെ പറയുന്ന സമയത്ത് നമുക്ക് ഓരോന്നിന്റെയും ക്ലിയർ ആയിട്ടുള്ള ഒരു ഡിവിഷൻ എന്താണെന്നുള്ളത് മനസ്സിലായി തുടങ്ങും. ഫോംസ് ഓഫ് പേഴ്സണൽ പ്രൊനൗൺസ്. ഈ ഒരു ടേബിൾ നമുക്ക് കാണിച്ചു തരുന്നത് ഡിഫറെന്റ് ഫോംസ് ഓഫ് പേഴ്സണൽ പ്രൊനൗൺസ് ആണ്. ഇപ്പൊ സബ്ജക്റ്റിന്റെ കേസിൽ, ഇപ്പോൾ ഒരു സെന്റൻസിൽ സബ്ജക്റ്റിന്റെ കേസിലാണ് പ്രൊനൗൺ വരുന്നതെങ്കിൽ ഏതൊക്കെ പ്രൊനൗൺസ് ആണ് നമ്മൾ യൂസ് ചെയ്യുക.
ഇനി ഒരു സെന്റൻസിൽ ഒബ്ജക്റ്റിന്റെ സ്പേസിലാണ് പ്രൊനൗൺ വരുന്നതെങ്കിൽ അതെങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ഈ ഒരു ടേബിളിൽ കാണിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് സബ്ജക്റ്റ് ഇൻ എ പ്രൊനൗൺ? എന്താണ് ഒരു പ്രൊനൗണിൽ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ? സബ്ജക്റ്റ് പ്രൊനൗൺ ഡസ് ദ ആക്ഷൻ ഇൻ ദ സെന്റൻസ്. ഒരു സെന്റൻസിലെ ആക്ഷൻ ആരാണോ ചെയ്യുന്നത് അവരെയാണ് നമ്മൾ സബ്ജക്റ്റ് എന്ന് പറയുക. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ഐ സോ ഹിം അല്ലെ, ഞാൻ അവനെ കണ്ടു. ഇവിടെ ആരാണ് ആക്ഷൻ ചെയ്യുന്നത്? ഐ ആണല്ലേ, ഞാനാണ് ആക്ഷൻ, ഞാനാണ് അവനെ കാണുന്നത്. ഇനി ഇവിടെ ഷീ ഹെൽപ്ഡ് ഹിം. ഇവിടെ ആരാണ് ആക്ഷൻ? അവളാണ് ആക്ഷൻ ചെയ്യുന്നത്. ഷീ ഹെൽപ്ഡ്, അവളാണ് എന്ത് ചെയ്യുന്നത്? ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആക്ഷൻ ചെയ്യുന്നത് ആരാണോ അവരെ നമ്മൾ സബ്ജക്റ്റ് പ്രൊനൗൺ എന്നും. ഇനി ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ എന്താണ്? റിസീവ്സ് ദ ആക്ഷൻ. ആർക്കാണോ ആക്ഷൻ കിട്ടുന്നത് അവരെ നമ്മൾ എന്ത് ചെയ്യും? ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയും. ഈ ഒരു സെന്റൻസിൽ നോക്കും, ഷീ ഹെൽപ്ഡ് മീ. മീ എന്ന് പറയുമ്പോൾ ആർക്കാണോ ആക്ഷൻ റിസീവ് ചെയ്യുന്നത് അവരാണ് ഇവിടെ ഒബ്ജക്റ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്. അപ്പൊ ഇത് സിമ്പിൾ ആണല്ലോ. അപ്പൊ നമ്മൾ ഒരു സെന്റൻസിൽ പല ടൈപ്പ് ഓഫ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പ് അല്ല, പല ടൈപ്പ് ഓഫ് പ്രൊനൗൺ ഉണ്ട്. അതിൽ ഫസ്റ്റ് ടൈപ്പ് പേഴ്സണൽ പ്രൊനൗൺ ആണ്. പേഴ്സണൽ പ്രൊനൗൺ തന്നെ നമ്മളെ കമ്മ്യൂണിക്കേഷനിൽ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് പേഴ്സൺ ആണോ, സെക്കൻഡ് പേഴ്സൺ ആണോ, തേർഡ് പേഴ്സൺ ആണോ എന്നുള്ള ഫോമിലാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ അതന്നെ സബ്ജക്റ്റ് പ്രൊനൗൺ ഉണ്ട്, ഒബ്ജക്റ്റ് പ്രൊനൗൺ ഉണ്ട്. സബ്ജക്റ്റിന്റെ പൊസിഷനിലാണ് വരുന്നതെങ്കിൽ ഐ, വി, യു, ഹി, ഷീ, ഇറ്റ്, ദേ ഒക്കെയാണ് നമ്മൾ പറയാ. ഒബ്ജക്റ്റിന്റെ കേസിൽ വരുമ്പോൾ മീ, അസ് ലെ, ഐക്ക് പകരം നമ്മൾ മീ ആവും, വിക്ക് പകരം അസ് ആവും, യു എൻ ആവും, ഹി ഹിം, ഷീ ഹെർ ആവും, ഇറ്റ് തന്നെയാണ്, ദേ ദം ആവും. അപ്പൊ അതിന് എക്സാമ്പിൾ ഐ സോ ഹിം, ദേ ഇൻവൈറ്റഡ് അസ്. ഇത് രണ്ടിനും കൂടെ പറ്റിയിട്ടുള്ള എക്സാമ്പിൾ ആണ് സബ്ജക്റ്റിന്റെ പൊസിഷനിലും ഒബ്ജക്റ്റിന്റെ പൊസിഷനിലും പ്രൊനൗൺ വരുന്ന സമയത്ത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഇനി താഴെയുള്ള ടേബിൾ നോക്കുക. നമ്മൾ പേഴ്സണൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പേഴ്സണൽ പ്രൊനൗൺ ആണ്. പിന്നെ ഫസ്റ്റ് പേഴ്സൺ ആവുമ്പോൾ ഐ, വി, സെക്കൻഡ് പേഴ്സൺ ആവുമ്പോൾ യു, തേർഡ് പേഴ്സൺ ആവുമ്പോൾ ഹി, ഷീ, ഇറ്റ്, ദേ ആണ്. ഇതന്നെ നമ്മൾ സബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരുമ്പോൾ ഇങ്ങനെ യൂസ് ചെയ്യാം, ഒബ്ജക്റ്റിന്റെ പൊസിഷനിൽ വരുമ്പോൾ ഇതൊക്കെയായിരിക്കും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മൾ എന്ത് ചെയ്തു? ക്ലിയർ ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തൊരു ഏരിയ നോക്കാം. ഇനി സെക്കൻഡ് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ് പൊസസീവ് പ്രൊനൗൺ. പൊസസീവ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലേ, ടു ഷോ ഓണർഷിപ്പ് അല്ലെ, ആരുടെ അടുത്താണോ, ആരാണ് അത് പൊസസ് ചെയ്ത് വെച്ചിട്ടുള്ളത് എന്ന് കാണിക്കാൻ. ഹു ഓൺസ് ഇറ്റ്, ആർക്കാണോ അതിന്റെ ഓണർഷിപ്പ് ആർക്കാണോ ഉള്ളത് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പൊസസീവ് ടൈപ്പ് ഓഫ് പ്രൊനൗൺസ് യൂസ് ചെയ്യുക. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ദിസ് പെൻ ഈസ് മൈൻ അല്ലെ, എന്റേത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഐ, ദിസ് പെൻ ഈസ് ഐ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ദിസ് പെൻ ഈസ് മൈൻ, എന്റേത് എന്നേ പറയാൻ പറ്റുള്ളൂ. ഐ എന്ന് പറയുമ്പോൾ ഞാനാവും അല്ലെ. ഐ എന്ന് പറയുമ്പോൾ എന്താണ്? ഞാൻ, ഐ എന്നുള്ള മീനിങ് തന്നെയാണ് വരിക. പക്ഷെ മൈൻ എന്ന് പറയുമ്പോൾ എന്റേത്. അപ്പോൾ അല്ലെങ്കിൽ ദിസ് പെൻ ഈസ് രാഹുൽ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പേര് പറയാണ്. അപ്പൊ ദിസ് പെൻ ഈസ് രാഹുൽസ് എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒന്നും കൂടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ, ആ കോൺവെർസേഷൻ അല്ലെങ്കിൽ ആ ഒരു സെന്റൻസിന്റെ സ്മൂത്ത് ഫംഗ്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് പ്രൊനൗൺ. അപ്പൊ അതിൽ തന്നെ രണ്ടാമത്തെ ടൈപ്പാണ് പൊസസീവ് പ്രൊനൗൺ. അപ്പൊ അതിൽ ഇവിടെ എക്സാമ്പിൾ നോക്കുക. ദിസ് പെൻ ഈസ് മൈൻ. അപ്പൊ മൈൻ എന്ന് പറയുന്നത് എന്താണ്? ഐ എന്നുള്ളതിന് പകരം നമ്മൾ നമ്മളത് അല്ലെങ്കിൽ ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിനെയാണ് പൊസസീവ് ടൈപ്പ് ഓഫ് പ്രൊനൗൺസ് എന്ന് പറയാം. അപ്പൊ അതിന് മൈൻ എന്റേത്, യുവേഴ്സ് നിന്റേത്, ഹിസ് ഹേഴ്സ് അല്ലെ അവന്റേത് അവളുടേത്, അവേഴ്സ് ഞങ്ങളുടേത്, ദയർ അല്ലെ അവരുടേത്. ബിലോങ്ങിങ്സ് കാണിക്കാൻ വേണ്ടിയിട്ട്, ആരുടേതാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗൺസിനെയാണ് നമ്മൾ പൊസസീവ് പ്രൊനൗൺസ് എന്ന് പറയാം. അപ്പൊ ദിസ് പെൻ ഈസ് മൈൻ, ദാറ്റ് ബാഗ് ഈസ് ഹേഴ്സ്, ദ വിക്ടറി ഈസ് അവേഴ്സ്. ഇതാണ് പൊസസീവ് പ്രൊനൗൺ. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ് റിഫ്ലെക്സീവ് പ്രൊനൗൺസ്. റിഫ്ലെക്സീവ് എന്നുള്ള ടേം തന്നെ നമുക്ക് മനസ്സിലാക്കാം അല്ലെ, തിരിച്ചു വരിക എന്നുള്ള, കം ബാക്ക് എന്നുള്ളൊരു മീനിങ്ങിലാണ് റിഫ്ലക്ട് ചെയ്യുക എന്ന് പറയുമല്ലോ. അപ്പോൾ റിഫ്ലെക്സീവ് പ്രൊനൗൺസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ആക്ഷൻ റിട്ടേൺസ് ടു ദ ഡൂവർ. ആരാണോ ഡൂവർ ആ ഡൂവറിലേക്ക് തന്നെ ആക്ഷൻ റിട്ടേൺ ചെയ്ത് വരുന്നതിനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗൺസ് ആണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ. ഓർ ഇൻ സിംപ്ലി വി ക്യാൻ സേ ദ ആക്ഷൻ കം ബാക്സ് ടു ദ ഡൂവർ. ഡൂവറിലേക്ക് ആ ആക്ഷൻ തിരിച്ചു വരുന്നതിനെയാണ് നമ്മൾ റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇവിടെ ഒബ്ജക്റ്റ് പ്രൊനൗൺ ഉണ്ട്, അതിന്റെ കൂടെ ഒബ്ജക്റ്റീവ് പ്രൊനൗൺ പ്ലസ് സെൽഫ് ഓർ സെൽഫ്സ്. സെൽഫ് ഓർ സെൽഫ്സ് ആണ് അതിന്റെ കൂടെ ഒബ്ജക്റ്റീവ് പ്രൊനൗണിന്റെ കൂടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ ഉണ്ടാവുന്നത്. അപ്പൊ ആരിലേക്ക്, സെൽഫ് അല്ലെങ്കിൽ സെൽഫ്സ് എന്നുള്ളൊരു ആരിലേക്കോ തിരിച്ചു വരുന്നുണ്ട്. ആരാണോ ഡൂവർ ആ ഡൂവറിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതാണ്. ഇപ്പൊ സിംഗുലറിന്റെ കേസിൽ മൈ സെൽഫ്, മൈ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പ്രൊനൗൺ, യുവർ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പ്രൊനൗൺ, ഹിം ഹെർ എന്ന് പറയുന്ന ഒബ്ജക്റ്റീവ് പ്രൊനൗണിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ സെൽഫ് ഓർ സെൽഫ്സും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ മൈ സെൽഫ്, യുവർ സെൽഫ്, ഹിം സെൽഫ്, ഹെർ സെൽഫ്, ഇറ്റ് സെൽഫ്. ഇനി പ്ലൂരൽ ആണെങ്കിൽ അവർ സെൽഫ്,
yourself, themselves. അല്ലെ, ഇങ്ങനെ നമ്മൾ ആഡ് ചെയ്യുന്നതിനെയാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയുക. അതിനിവിടെ എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഐ ഹേർട്ട് മൈസെൽഫ്. അല്ലെ, ഐ ഹേർട്ട് മൈസെൽഫ്. ഞാൻ ആരെയാണ് ഹേർട്ട് ചെയ്തിട്ടുള്ളത്? മൈസെൽഫ്. ഇവിടെ ഡുവർ ആരാണ്? ഐ. ആരിലേക്കാണ് ആക്ഷൻ തിരിച്ചു വരുന്നത്? ഡുവറിലേക്കാണ്. അല്ലെ, ഐ ഹേർട്ട് മൈസെൽഫ്. ഞാൻ എന്നെ തന്നെ വേദനിപ്പിച്ചു എന്ന് പറയുന്നത് മൈസെൽഫ്. ആക്ഷൻ തിരിച്ച് ഡുവറിലേക്ക് വരുമ്പോഴാണ് എന്ത് ചെയ്യുക? റിഫ്ലെക്സീവ് പ്രൊനൗൺ ആവുന്നത്. ആൻഡ് ഷീ ബ്ലെയിംഡ് ഹെർസെൽഫ്. ഷീ ബ്ലെയിംഡ് ഹെർസെൽഫ്. ഹെർസെൽഫ് എന്ന് പറയുമ്പോൾ അവളിലേക്ക് തന്നെ അല്ലേ. അപ്പൊ ആ ഒരു ആക്ഷൻ ഡുവറിലേക്ക് തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയുക. ദാറ്റ്സ് ഓൾ അബൌട്ട് റിഫ്ലെക്സീവ് പ്രൊനൗൺ. ഇനി നമുക്ക് അടുത്തൊരു പ്രൊനൗണും കൂടെ നോക്കാം. Here there is another example. നമ്മൾ പറഞ്ഞ ഐ ഹേർട്ട്, ഇവിടെ ആരാണ് ആക്ഷൻ ചെയ്തിട്ടുള്ളത്? അവരിലേക്ക് തന്നെയാണ് അത് തിരിച്ചു വരുന്നത്. Who received the action? Myself. The same person, therefore reflexive. So doer and receiver are the same person. അതാണ് റിഫ്ലെക്സീവിൽ വരുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. Doer and receiver are the same person. Next type of pronoun ആണ് emphatic pronoun എന്ന് പറയുന്നത്. Emphatic എന്ന് പറയുമ്പോൾ used for emphasis. അല്ലെ, നമ്മൾ ഒന്നുകൂടി സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എംഫസൈസ് എന്ന് പറയുന്നത്. ഇവിടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഐ മൈസെൽഫ്. അല്ലെ, മൈസെൽഫ് എന്ന് പറയുന്നത് എന്താണ്? ഐനെ ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറയാനാണ് ഇവിടെ മൈസെൽഫ് യൂസ് ചെയ്തിട്ടുള്ളത്. ഐ മൈസെൽഫ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ്. ഇവിടെ ഐ കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? മീനിങ് കറക്റ്റ് ആണ്. ബട്ട് ഒന്നുകൂടെ ഞാൻ സ്വയം ചെയ്തു എന്ന് പറയുമ്പോൾ എന്താണ്? അവിടെ ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറയാണ് മൈസെൽഫ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ മീനിങ് എന്താണ്? ഐ കംപ്ലീറ്റഡ് ഇറ്റ്. ഞാൻ കംപ്ലീറ്റ് ചെയ്തു, ഞാനാണ് ചെയ്തത്, വേറെ ആരും അല്ല എന്നുള്ളത് എന്താണ്? ഞാൻ ഒറ്റക്ക് ചെയ്തു. ഞാൻ ചെയ്തു എന്ന് പറയുന്നതിന് സ്ട്രെസ് ചെയ്ത് അല്ലെങ്കിൽ എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് എംഫാറ്റിക് അല്ലെങ്കിൽ എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇവിടെ റിഫ്ലെക്സീവ് വെച്ചിട്ട് നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം കേട്ടോ. നമ്മൾ നേരത്തെ റിഫ്ലെക്സീവ് പ്രൊനൗൺ അല്ലേ പറഞ്ഞത്. അപ്പൊ റിഫ്ലെക്സീവ് പ്രൊനൗണിൽ ഹി ഹേർട്ട് ഹിംസെൽഫ് ആണ് അല്ലേ. ഹി ഹേർട്ട് ഹിംസെൽഫ്. അപ്പൊ ഇവിടെ എന്താണ്? ഡൂവറിലേക്ക് ആക്ഷൻ തിരിച്ചു വരികയാണ്. ഇവിടെ ഹി എന്ന് പറയുന്ന ഡൂവറിലേക്ക് എന്താണ്? അയാൾ ചെയ്ത ആക്ഷൻ തിരിച്ചു വരികയാണ്, റിട്ടേൺ ചെയ്യാണ്, റിഫ്ലക്ട് ചെയ്ത് വരികയാണ്. ആക്ഷൻ റിട്ടേൺസ് ആണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എംഫാറ്റിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഹി ഹിംസെൽഫ്. ഇവിടെ സ്ട്രെസ് ചെയ്യാണ്, എംഫസൈസ് ചെയ്യാണ്. ഓപ്പൺ ദ ഡോർ. ഹി ഓപ്പൺഡ് ദ ഡോർ എന്ന് പറഞ്ഞാൽ മതി. ബട്ട് ഹി ഹിംസെൽഫ് ഓപ്പൺ ദ ഡോർ എന്ന് പറയുമ്പോൾ ആ ചെയ്ത പ്രവൃത്തിനെ ഒന്നുകൂടി എംഫസൈസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് എംഫാറ്റിക് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. So in short, emphatic pronoun എന്ന് പറയുകയാണെങ്കിൽ used to give extra stress or importance. ഒരു എക്സ്ട്രാ സ്ട്രെസ് അല്ലെങ്കിൽ ആ ചെയ്ത പ്രവൃത്തിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗൺസിനെയാണ് എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇവിടെ സൈഡിൽ ഒരു ചാർട്ട് കണ്ടല്ലോ, ഒരു ടേബിള്. ഈ ഒരു ടേബിളിൽ റിഫ്ലെക്സീവ് പ്രൊനൗണും എംഫാറ്റിക് പ്രൊനൗണിന്റെയും ഒരു ഡിഫറൻസ് പറയുന്നുണ്ട്. The action returns to the doer. ആരാണോ ചെയ്തത് ആ ഡൂ ചെയ്ത ആളിലേക്ക് ആക്ഷൻ റിട്ടേൺ ചെയ്ത് വരുന്നതിനെയാണ് റിഫ്ലെക്സീവ് എന്ന് പറയാം. ഇനി എംഫാറ്റിക് എന്ന് പറയുമ്പോൾ give emphasize to the subject. ഇല്ല, ഏതാണ് സബ്ജക്റ്റ്? ഇവിടെ സബ്ജക്റ്റ് ഐ ആണെന്നെങ്കിൽ ആ ഐ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ഒന്നുകൂടി എന്താണ്? എംഫസൈസ് ചെയ്യുക, സ്ട്രെസ് ചെയ്ത് പറയുന്നതിനെയാണ് എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി റിഫ്ലെക്സീവ് പ്രൊനൗണിന്റെ വേറൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് നെസസറി ഫോർ ദ മീനിങ്. ആ ഒരു സെന്റൻസിന്റെ മീനിങ് കംപ്ലീറ്റ് ആവണമെന്നുണ്ടെങ്കിൽ എന്താണ്? ഈ റിഫ്ലെക്സീവ് പ്രൊനൗൺ മസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ഹി ഹേർട്ട് ഹിംസെൽഫ്. അല്ലെ, ഹി ഹേർട്ട് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യില്ല? മീനിങ് കംപ്ലീറ്റ് ആവില്ല. ഹി ഹേർട്ട്, അവൻ ആരെ ഹേർട്ട് ചെയ്തു? വേറെ ആരെങ്കിലും ആണോ? അവനെ തന്നെയാണോ എന്നുള്ള ആ ഒരു മീനിങ് കംപ്ലീറ്റ് ആവണമെന്നെങ്കിൽ എന്ത് വേണം? ഈ ഒരു റിഫ്ലെക്സീവ് പ്രൊനൗൺ ഹിംസെൽഫ്, മൈസെൽഫ്, അതർ സെൽഫ് എന്നൊക്കെ പറയുന്ന ആ ഒരു റിഫ്ലെക്സീവ് പ്രൊനൗൺ അവിടെ വേണം. അപ്പൊ ഇവിടെ അങ്ങനെയല്ല. എംഫാറ്റിക് പ്രൊനൗണിന്റെ കേസിൽ വരികയാണെങ്കിൽ ഓപ്ഷണൽ ആണ്. ഇവിടെ ഞാൻ പറഞ്ഞു അല്ലെ, ഐ കംപ്ലീറ്റഡ് ദ പ്രൊജക്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിലും അല്ലെ, ഐ കംപ്ലീറ്റഡ് ദ പ്രൊജക്ട് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണെങ്കിലും മീനിങ് കംപ്ലീറ്റ് ആവും. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ്? ആഡ് സ്ട്രെസ് ആഡ് ചെയ്യണം. എന്തിനാണോ നമ്മൾ ഫോക്കസ് ചെയ്ത് പറയുന്നത് മൈസെൽഫിനെ ആണെന്നെങ്കിൽ അത് സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടാണ് എംഫാറ്റിക് യൂസ് ചെയ്യുന്നത്. ഇനി റിഫ്ലെക്സീവിന്റെ കേസിൽ സബ്ജക്റ്റ് ആൻഡ് ഒബ്ജക്റ്റ് ആർ ദ സെയിം പേഴ്സൺ. അല്ലെ, ആരിലേക്കാണോ ആ ഡൂവറിലേക്ക് തന്നെ തിരിച്ചു വരുന്നതുകൊണ്ട് തന്നെ സബ്ജക്റ്റും ഒബ്ജക്റ്റും എന്താണ്? സെയിം പേഴ്സൺ തന്നെയാണ്. പക്ഷെ ഇവിടെ നോ ഒബ്ജക്റ്റ് റിലേഷൻഷിപ്പ്. ഒരു സബ്ജക്റ്റ് ഒബ്ജക്റ്റ് റിലേഷൻഷിപ്പ് എന്തിലില്ല? എംഫാറ്റിക്കിലില്ല. കാരണം എന്താണ്? ഷീ ഹെർസെൽഫ് ഡിഡ് ഇറ്റ്. അല്ലെ, സബ്ജക്റ്റ് എന്താണ്? അതന്നെയാണ് ഇവിടെ സബ്ജക്റ്റിനെ തന്നെ എന്ത് ചെയ്യാണ്? എംഫസൈസ് ചെയ്ത് സ്ട്രെസ് ചെയ്താണ് ഇവിടെ പറയുന്നത്. ഷീ എന്ന് പറയുന്ന സബ്ജക്റ്റിനെ സ്ട്രെസ് ചെയ്യാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ സ്ട്രെസ് ചെയ്ത് പറയുന്നതാണ് എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെ നമുക്ക് എന്തിനുള്ള ആക്ഷൻ ആണ്? ഹൂം ഡിഡ് ദ
ആക്ഷൻ അഫക്റ്റ് അല്ലെ, ആ ചെയ്ത ആക്ഷൻ ആരെയാണ് ബാധിച്ചത്, ഡൂവറിനെ തന്നെയാണ് ബാധിച്ചത് എന്ന് പറയുന്ന ടൈപ്പ് ഓഫ് ആണ് എന്ത്, റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇനി ഇവിടെ ഹൂ ഡിഡ് ഇറ്റ് അല്ലെ, ആര് ചെയ്തു എന്നുള്ളത്, ഐ കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞു, പക്ഷെ ഐ മൈസെൽഫ് അല്ലെ, മൈസെൽഫ് എന്നുള്ളത് ആര് ചെയ്തു എന്നുള്ളതിനെയാണ് ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. എക്സാമ്പിൾ ഷീ ഹേർട്ട് ഹെർസെൽഫ്, ഐ ബ്ലെയിംഡ് മൈസെൽഫ് എന്നൊക്കെ എന്തിന്റെ എക്സാമ്പിൾ ആണ്, റിഫ്ലെക്സീവ് പ്രൊനൗണിന്റെ എക്സാമ്പിൾ ആണ്. ഇനി എംഫാറ്റിക് പ്രൊനൗണിന്റെ എക്സാമ്പിൾ ഷീ herself did it, I myself completed the work എന്നൊക്കെ പറയുന്നത് എന്താണ്, എംഫാറ്റിക്കിന്റെ എക്സാമ്പിൾ ആണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ്. വാട്ട് ഈസ് ദാറ്റ്? എന്താണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ? ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ പോയിന്റിങ്, പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗൺസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. ഇൻ ഷോർട്ട് അതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ദാറ്റ് പോയിന്റ് ടു ഐഡന്റിഫൈ എ സ്പെസിഫിക് പേഴ്സൺ, തിങ് ഓർ ഐഡിയ. ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള പേഴ്സണിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആശയത്തിനോ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണെങ്കിൽ ദിസ് ഈസ് മൈ ഫോൺ, ദിസ് ഈസ് മൈ ഫോൺ, ദാറ്റ് ഈസ് യുവർ കാർ, ദീസ് ആർ ബുക്സ്, ദോസ് ആർ ഹൗസസ്. എന്തിനൊക്കെയോ നമ്മൾ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് ദിസ്, ദാറ്റ്, ദീസ്, ദോസ് എന്നൊക്കെ പറയുന്നത് എന്താണ്, ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആണ്. അപ്പൊ അത് ഈസി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നിയർ ആയിട്ടുള്ള വസ്തുക്കളെ നമ്മൾ ദിസും ദീസും ആയിട്ട് എന്ത് ചെയ്യും, പറയും. ഫാർ ആയിട്ടുള്ളതിന് നമ്മൾ ദാറ്റ്, ദോസ് ഒക്കെ ആയിട്ടാണ് പോയിന്റ് ഔട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആർ ദ വേർഡ്സ് ദാറ്റ് പോയിന്റ് ടു സംതിങ്. എന്തിനെങ്കിലും ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു പേഴ്സൺ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ പോയിന്റ് ചെയ്ത് നമ്മളെ സെന്റൻസിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗൺസ് ആണ് ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺ. മെയിൻ ആയിട്ട് ദിസ് ആൻഡ് ഫാർ ആണെങ്കിൽ ദാറ്റ്, ദീസ് ആണെങ്കിൽ ഫാർ ആണെങ്കിൽ ദോസ്, അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുക. ഇൻട്രോഗേറ്റീവിൽ അല്ലെ, ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിലൊക്കെ ഈ ഒരു ടേം വരുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാ മനസ്സിലാക്കുക എന്നുള്ളതാണ് പിന്നുള്ള ഒരു. ഇനി നമുക്ക് വരുന്ന വേറൊരു ഡൗട്ടാണ്, ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ നമ്മൾ പറഞ്ഞ സമയത്ത് പറഞ്ഞു ഹൂ ഉണ്ട്, റിലേറ്റീവ് പ്രൊനൗൺ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു അവിടെയും ഹൂ വരുന്നുണ്ട്. അപ്പൊ എന്താണ് ഈ റിലേറ്റീവ് പ്രൊനൗണും ഇൻട്രോഗേറ്റീവ് പ്രൊനൗണിലൊക്കെ ഈ ഹൂവും വിച്ചൊക്കെ വരുന്നത്, ഇത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? അപ്പോൾ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ എന്താണ്, ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ അതിൽ നൗണിന് പകരം നമ്മൾ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ആ ഒരു സെന്റൻസ് ചോദിക്കുക. എന്നാൽ റിലേറ്റീവിൽ എന്താണ്, നൗണിന് അല്ലെ, ദ ഗേൾ ഹൂ വോൺ ദ പ്രൈസ് ഈസ് മൈ സിസ്റ്റർ എന്ന് പറയുമ്പോൾ എന്താണ്, നൗണിന്റെ എക്സ്ട്രാ ഇൻഫോർമേഷൻ ആണ് നമ്മൾ അവിടെ കൊടുക്കുന്നത്. നൗൺ എന്ന് പറയുന്ന ആ ഒരു ഗേളിനെ കുറിച്ചിട്ടുള്ള എക്സ്ട്രാ ഇൻഫോർമേഷൻ ആണ്, അത് എന്തല്ല, ക്വസ്റ്റ്യൻ അല്ല. ഇവിടെ നോക്കൂ, ഹൂ ഒരു റിലേറ്റീവ് പ്രൊനൗൺ എന്നുള്ള രീതിയിൽ നോക്കുകയാണെങ്കിൽ when who refers back to a noun and connect a clause, ഒരു സെന്റൻസിലെ ബാക്കി ക്ലോസിനെ ആ ഒരു സെന്റൻസ് കണക്ട് ചെയ്യിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ടർ ആണ് എന്ത്, റിലേറ്റീവ് പ്രൊനൗണിൽ ഹൂ വരുന്നത്. എന്നാൽ ഇൻട്രോഗേറ്റീവ് പ്രൊനൗണിൽ വരുന്നത് എങ്ങനെയാണ്, ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ടാണ്. ക്വസ്റ്റ്യൻ നൗണിൽ ആ ഒരു ക്വസ്റ്റ്യൻ യൂസ് ചെയ്തതിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, ഇവിടെ ഹൂ എന്ന് പറയുന്ന ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ. ഇവിടെ നോക്കുകയാണെങ്കിൽ ദ ബോയ് ഈസ് മൈ ഫ്രണ്ട്, ദ ബോയ് വോൺ ദ പ്രൈസ് എന്ന് പറഞ്ഞു. രണ്ടും കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലാതെ ഇവിടെ ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഇടാൻ വേണ്ടിയിട്ടല്ല നമ്മളിവിടെ റിലേറ്റീവ് പ്രൊനൗണിൽ യൂസ് ചെയ്യുന്നത്. രണ്ട് ക്ലോസുകളെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ദ ബോയ് എന്ന് പറയുന്ന ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയുന്ന ആ ഒരു സെന്റൻസും അടുത്ത അതിന്റെ ബാക്കി വരുന്ന ദ ബോയ് ഹു വോൺ ദ പ്രൈസ് എന്ന് പറയുന്ന രണ്ടെണ്ണം കമ്പൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കണക്ടേഴ്സ് ആണ് ഇവിടെ റിലേറ്റീവിൽ പ്രൊനൗൺ ആയിട്ട് വരുന്നത്. ഒന്നുകൂടെ നോക്കുക, ഹു ഈസ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ. ഇവിടെ ഹു ഈസ് യുവർ ടീച്ചർ അല്ലെ, നമ്മളടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് ഹു ഈസ് യുവർ ടീച്ചർ, ഇത് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആണ്. ഇവിടെ ഹു റെഫറിങ് ടു എ നൗൺ ആൻഡ് കണക്റ്റിംഗ് ഇൻഫോർമേഷൻ. ഇനി അടുത്തതിൽ ഒരു നൗൺ ആയിട്ടും അതേമാതിരി ഇൻഫോർമേഷൻസ്, രണ്ട് ഇൻഫോർമേഷൻസിനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന കണക്ടർ ആണ് എന്ത് ചെയ്യുന്നത്, റിലേറ്റീവ് പ്രൊനൗണിലുള്ള ഹു. അപ്പൊ ഹൂവിന്റെ രണ്ട് യൂസ് ആണ്. ഇപ്പൊ നമ്മളിവിടെ ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ പറയുന്ന സമയത്തും ഹൂവും വിച്ചും പാട്ടൊക്കെ വന്നു, റിലേറ്റീവ് പ്രൊനൗൺ പറയുന്ന സമയത്ത് ഹൂവും വിച്ചൊക്കെ വന്നു. അപ്പൊ അവിടെ ഇത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലാക്കി വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഇത് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഗ്രാമർ പറയുന്ന സമയത്ത് തന്നെ നമ്മൾ പറഞ്ഞു അല്ലെ, ദിസ് ഈസ് വൈ ഗ്രാമർ ഈസ് അബൌട്ട് ഫംഗ്ഷൻ, ജോബ് ഇൻ ദ സെന്റൻസ്. ഓരോ വാക്കിലും ഒരു സെന്റൻസിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫറെന്റ് ആയിട്ടുള്ള ജോബ് ഉണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, പാർട്സ് ഓഫ് സ്പീച്ച് പറഞ്ഞ സമയത്ത് അതേപോലെ തന്നെ വേർഡ് ക്ലാസ്സസ് പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞു ഓരോന്നിനും അതിൻ്റെതായിട്ടുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ ആ ഫങ്ഷൻസിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഓരോന്നിനെയും
ഗ്രൂപ്പ് ആയിട്ടും പാർട്സ് ഓഫ് സ്പീച്ച് ആയിട്ടും അല്ലെങ്കിൽ വേർഡ് ക്ലാസ്സസ് ആയിട്ടൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഹൂ എന്ന് പറയുന്നതിന്റെ പ്രൊനൗൺ ആണ് എന്ന് പറഞ്ഞു. പക്ഷെ ആ പ്രൊനൗണിന് രണ്ട് യൂസ് ഉണ്ട്. ഒന്ന് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഹൂ വരുന്നുണ്ട്, ചിലപ്പോൾ വേറൊരു സെന്റൻസിൽ റിലേറ്റീവ് പ്രൊനൗൺ ആയിട്ട് ഹൂ വരുന്നുണ്ട്. അപ്പൊ എ വേർഡ് ലൈക്ക് ഹൂ ക്യാൻ ബി ഐദർ ഇൻട്രോഗേറ്റീവ് ഓർ റിലേറ്റീവ് ഡിപ്പെൻഡിങ് ഓൺ ഹൗ ഇറ്റ് യൂസ്ഡ്. ഓരോ വേർഡും നമ്മൾ എങ്ങനെയാണോ യൂസ് ചെയ്യണത് അത് ബേസ് ചെയ്തിട്ടാണ് അത് ഏത് ടൈപ്പ് ആണ് എന്നുള്ളത്. റിഫ്ലക്റ്റീവ് ആണോ, റിലേറ്റീവ് ആണോ, ഇൻട്രോഗേറ്റീവ് ആണോ, പേഴ്സണൽ പ്രൊനൗൺ ആണോ, കോമൺ പ്രൊനൗൺ ആണോ, നൗൺ ആണെങ്കിൽ ഏതൊക്കെ ടൈപ്പ് ഓഫ് നൗൺ ആയിട്ട് വരും, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ആ ഓരോ വേർഡിന്റെയും യൂസ് അടിസ്ഥാനത്തിലാണ് നമ്മൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺസ് എന്ന് പറയുന്നത്. റെഫേഴ്സ് ടു പീപ്പിൾ ഓർ തിങ്സ് ജനറലി എന്ന് വെച്ചാൽ എന്താ? ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത് ദാറ്റ് റെഫേഴ്സ് ടു എ പേഴ്സൺ, തിങ്സ് or amount without naming exactly who or what it is. അത് ആരാണോ എന്താണോ എന്നുള്ളത് നമ്മൾ എക്സാക്ട്ലി പറയുന്നില്ല. ആരൊക്കെയോ അല്ലെങ്കിൽ ചില ആളുകൾ, somebody, someone, അല്ലെങ്കിൽ anyone, nobody, everyone. ഇത് നമ്മൾ ജനറൽ ആയിട്ട് പറയുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗണുകളെയാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയാം. ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്ത് നോക്കൂ. someone is knocking, അല്ലെ? ആരോ നോക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു പേരോ പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേഴ്സണിനെയോ പറയുന്നില്ല, സ്പെസിഫിക് ആയിട്ട് ഒരാളെ നമ്മൾ പറയുന്നില്ല, ആരോ നോക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വേണമെങ്കിൽ സ്പെസിഫിക് ആയിട്ട് നമുക്ക് പറയണമെങ്കിൽ എന്താ പറയാ? രാഹുൽ ഈസ് നോക്കിംഗ് എന്ന് പറയാം, റിയ ഈസ് നോക്കിംഗ്. ഇവിടെ നമുക്ക് സ്പെസിഫൈ ചെയ്ത് പറയുന്നില്ല. സോ സംവൺ, ഇങ്ങനെ സംവൺ, എനിവൺ, എനിബഡി, എവരിവൺ, എവരിബഡി, നോബഡി, സംതിങ്, എനിത്തിങ്, നത്തിങ്, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കോമൺ ആയിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ യൂസ് ചെയ്യുന്നത്. ഇൻ ഷോർട്ട് ആയിട്ട് പറയുകയാണെങ്കിൽ ദ പേഴ്സൺ ഓർ തിങ് ഈസ് അൺനോൺ ഓർ അൺസ്പെസിഫിക്. നമ്മളിങ്ങനെ സ്പെസിഫൈ ചെയ്ത ഒരാളെ പറയണം നമുക്കില്ല. അപ്പൊ അങ്ങനെ പറയാത്തതിന്റെ നൗണിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗണുകളെയാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്. എവരിബഡി ഈസ് ഹാപ്പി. ആരാണ് ഹാപ്പി എന്നുള്ളതിന് എക്സാക്ട് ഒരാളെ നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. ഏത് ഗ്രൂപ്പിനെയാണ് നമുക്ക് എക്സാക്ട് പറയാൻ പറ്റുന്നില്ല. അങ്ങനെ സ്പെസിഫൈ ചെയ്ത് പറയാൻ പറ്റാത്തതിനൊക്കെ അല്ലെങ്കിൽ പറയാൻ താല്പര്യമില്ലാത്തതിനൊക്കെ വേണ്ടിയിട്ട് പകരം യൂസ് ചെയ്യുന്ന പ്രൊനൗണുകളാണ് എന്ത്? ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇവിടെ കുറച്ച് ലിസ്റ്റ് ഓഫ് പ്രൊനൗൺസ് കൊടുത്തിട്ടുണ്ട്. ഇതാ സംബഡി, സമ്മൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു ലിസ്റ്റ് ഫുൾ എന്താണ്? ഇതേപോലെയുള്ള ഇൻഡെഫിനിറ്റ് പ്രൊനൗണുകളാണ്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ. ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള ഒരു ടേം ഇവിടെ പ്രൊനൗണിന്റെ കേസിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ എന്താണ് വരിക? ടു ഡീൽ വിത്ത് ഇൻഡിവിജ്വലി. ഒരു ഗ്രൂപ്പ് ഉണ്ടാവും, ആ ഗ്രൂപ്പിനെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിലെ നമ്മൾ ഡീൽ ചെയ്യുന്നതിനെയാണ് ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഇപ്പോൾ റെഫേഴ്സ് ടു മെമ്പേഴ്സ് ഓഫ് എ ഗ്രൂപ്പ് അറ്റ് എ ടൈം, അല്ലെ? അറ്റ് എ ടൈം, ഒരേ ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? എല്ലാവരെയും മെൻഷൻ ചെയ്തുകൊണ്ട്, എല്ലാവരെയും ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ആ ഗ്രൂപ്പിന്റെ ഓരോ ഇൻഡിവിജ്വലിനെയും സെപ്പറേറ്റ് ആയിട്ട് പറയുന്നതിനെയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറയാം. അപ്പോൾ ഡെഫിനിഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ when we use a distributive pronoun we think about members of a group. ഒരു ഗ്രൂപ്പിലുള്ള മെമ്പേഴ്സിനെ കുറിച്ചിട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട് സെപ്പറേറ്റ്ലി. എങ്ങനെയാണ് ആലോചിക്കുന്നത്? സെപ്പറേറ്റ്ലി, നോട്ട് ടുഗദർ. ടുഗദർ അല്ല. ഇവിടെ എക്സാമ്പിൾ നോക്കൂ. ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് റിസീവ്ഡ് എ സർട്ടിഫിക്കറ്റ്. അപ്പോൾ ഒരു സ്റ്റുഡൻസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഗ്രൂപ്പിനെ ഒന്നായിട്ടാണോ പറയുന്നതല്ല, ഈച്ച് ഓഫ് ദ സ്റ്റുഡൻസ് എന്നാണ്. അതിൽ ഓരോ സ്റ്റുഡൻറ്റിനെയും ഓരോ ഇൻഡിവിജ്വലിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എടുത്തു പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ. ഇനി അടുത്തൊരു എക്സാമ്പിൾ കൂടെ നോക്കുകയാണെങ്കിൽ either of the roads leads to the station. അല്ലെ? രണ്ട് റോഡ്സ് ഉണ്ട്. അപ്പോൾ ഈ രണ്ട് റോഡിനെ നമ്മൾ ആ ഒരു രണ്ട് റോഡിന്റെ ഗ്രൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. ആ രണ്ട് റോഡിന്റെ ഗ്രൂപ്പിനെ നമ്മൾ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ റോഡിന് പറയുന്നുണ്ട്, അല്ലെ? ഈ ഒരു റോഡ് പോയാലും ഈ ഒരു റോഡിൽ പോയാലും എവിടെ എത്തും? സ്റ്റേഷനിൽ എത്തും എന്നുള്ളത്. അപ്പോൾ രണ്ട് റോഡിനെ കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ എന്നാൽ അതേ ടൈമിൽ ഇൻഡിവിജ്വൽ എന്ത് ചെയ്യുന്നുണ്ട്? കോൺട്രിബ്യൂഷനും കൂടെ ഇവിടെ പറഞ്ഞുകൊണ്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗൺസ് ആണ് എന്ത്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഈ ടൈപ്പ് ഓഫ് പ്രൊനൗണിൽ വരിക ഈച്ച്, either, neither തുടങ്ങിയിട്ടുള്ള പ്രൊനൗണുകളാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗണിൽ നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ ലുക്ക് അറ്റ് ഇൻഡിവിജ്വൽ സെപ്പറേറ്റ്ലി നോട്ട് ആസ് എ ഗ്രൂപ്പ്. ഗ്രൂപ്പ് ആയിട്ടല്ല, ഇൻഡിവിജ്വലിന് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ. ലാസ്റ്റ് ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ് റെസിപ്രോക്കൽ പ്രൊനൗൺ. റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? A reciprocal pronoun shows that two or more people perform the same action towards one another. അല്ലെ? പരസ്പരം എന്ത് ചെയ്യാണ്? സെയിം ആക്ഷൻ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ എന്ത് ചെയ്യാണ്? ഹെൽപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സെയിം ആക്ഷൻ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? റെസിപ്രോക്കൽ എന്ന് പറയും. മ്യൂച്വൽ ആക്ഷൻ ആണ്.
അപ്പോൾ അതിന് നമുക്ക് സിമ്പിൾ ആയിട്ട് ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ ഇപ്പോൾ അലി ഹെൽപ്പ് സാറ, സാറ ഹെൽപ്സ് അലി, ഇങ്ങനെ 2 സെന്റൻസ് ഉണ്ട്. അലി സാറിനെ ഹെൽപ്പ് ചെയ്തു, സാറ തിരിച്ചു എന്ത് ചെയ്തു, അലിനെ ഹെൽപ്പ് ചെയ്തു. അതാണ് മ്യൂച്വൽ ആക്ഷൻ എന്ന് പറയുന്നത്. ഒരു റെസിപ്രോക്കൽ ടൈമാണ്, ഒരേ ടൈമിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 2 സെന്റൻസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, അലി ആൻഡ് സാറ ഹെൽപ്പ് ഈച്ച് അതർ. അപ്പം അങ്ങനെ 2 സെന്റൻസ് ആയിട്ട് പറയാത്തതിന് ആ 2 സെന്റൻസിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരേ ആക്ഷൻ തന്നെയാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, ഒറ്റ സെന്റൻസ് ആക്കി പറയാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് എന്ത്, റെസിപ്രോക്കൽ പ്രൊനൗൺ. ഇവിടെ 2 or more people doing something to one another, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, കുറേ ആളുകൾ ഒരേ സംഭവം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ 2 friends help each other. ഇവിടെ ഫ്രണ്ട് എ ഹെൽപ്ഡ് ബി, ദ ഫ്രണ്ട് ബി ഹെൽപ്ഡ് എ. അപ്പോൾ അതിന് നമ്മൾ എങ്ങനെയാ പറയാ, the 2 friends helped each other. അപ്പോൾ അതിന് ഇങ്ങനെ ഹെൽപ്ഡ് ഈച്ച് അതർ, പരസ്പരം എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നതിനെയാണ് എന്ത് ചെയ്യുന്നത്, റെസിപ്രോക്കൽ പ്രൊനൗൺ. മെയിൻ ആയിട്ട് ഈച്ച് അതർ, വൺ അനദർ എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, റെസിപ്രോക്കലിൽ വരുന്ന കോമൺ ആയിട്ടുള്ള പ്രൊനൗണുകൾ. വേറൊരു എക്സാമ്പിൾ, ദ പ്ലേയേഴ്സ് കൺഗ്രാജുലേറ്റഡ് വൺ അനദർ, അല്ലെ, അവർ ഒരാളില്ലാതെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്തു, കൺഗ്രാജുലേറ്റ് ചെയ്തു. ദ സിസ്റ്റേഴ്സ് ലവ് ഈച്ച് അതർ. ഇങ്ങനെ ഈച്ച് അതർ, വൺ അനദർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഒരു മ്യൂച്വൽ ആക്ഷനെ കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് റെസിപ്രോക്കൽ പ്രൊനൗൺ. ഇനി നമ്മൾ ഇത്രയും നേരം പഠിച്ചിട്ടുള്ള 10 പ്രൊനൗണുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പേഴ്സണൽ എന്ന് പറയുന്നത് എന്താണ്, പേഴ്സൺ, ഐ, ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ. നമ്മൾ സെന്റൻസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന പേഴ്സൺസ് ഏതൊക്കെ ടൈപ്പ് പേഴ്സൺസിനെയാണോ, ഫസ്റ്റ് പേഴ്സൺ ആണോ, സെക്കൻഡ് പേഴ്സൺ ആണോ, അല്ലെങ്കിൽ തേർഡ് പേഴ്സണിനെയാണോ, അത് ബേസ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതിനെയാണ് പേഴ്സണൽ പ്രൊനൗൺ എന്ന് പറയാം. പൊസസീവ്, മൈൻ, അല്ലെ, എൻ്റേത്, ഓണർഷിപ്പ് കാണിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് പൊസസീവ് പ്രൊനൗണുകൾ. റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറഞ്ഞാൽ ആക്ഷൻ കം ബാക്സ്, ഡുവറിലേക്ക് തന്നെ ആക്ഷൻ തിരിച്ചു വരുന്നതിനാണ് റിഫ്ലെക്സീവ് എന്ന് പറയാം. എംഫാറ്റിക് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്ട്രെസ് കൊടുക്കുകയാണ്. അപ്പോൾ ഐ മൈസെൽഫ് കംപ്ലീറ്റഡ് ദ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ആക്ഷൻ ആരിലേക്കാണ് എംഫസൈസ് ചെയ്യുന്നത്, മൈസെൽഫ്. ഇപ്പൊ എംഫാറ്റിക് എന്ന് പറയുന്നത് എക്സ്ട്രാ സ്ട്രെസ് കൊടുക്കുന്നത്. ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ പോയിന്റ് ചെയ്യാണ്, അല്ലെ, ദിസ് ഈസ് എ പെൻ, ദിസ് ഈസ് മൈ പെൻ, ദിസ് ഈസ് മൈ നോട്ട്ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, പോയിന്റ് ഔട്ട് ചെയ്യാണ്. ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ്. ഒരു നൗണിന്റെ പകരം അവിടെ യൂസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ വേർഡ്സ്, ഹൂ ആയിരിക്കാം, വാട്ട് ആയിരിക്കാം, ഇങ്ങനെ ക്വസ്റ്റ്യൻ ടൈപ്പ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്ത് വരുന്നതാണ് ഇൻട്രോഗേറ്റീവ് പ്രൊനൗൺ. റിലേറ്റീവ് പ്രൊനൗൺ എന്ത് ചെയ്യുന്നുണ്ട്, കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ 2 സെന്റൻസുകൾ ഉണ്ടാവും, ഈ 2 സെന്റൻസുകളെയും കണക്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗണുകൾ. അപ്പൊ നമ്മളിവിടെ ഹൂവിനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹൂ. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രൊനൗണുകളാണ് റിലേറ്റീവ് പ്രൊനൗൺ. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത് എന്താണ്, സ്പെസിഫിക് അല്ല. നമ്മൾ സമ്മൺ, സംബഡി, നോബഡി, എനിബഡി എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ഇൻഡെഫിനിറ്റ്, ഒന്നിനെ സ്പെസിഫിക് അല്ലാതെ പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ എന്ന് പറയുന്നത് എന്താണ്, ഇപ്പൊ നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞില്ലേ, ഒരു ഗ്രൂപ്പിലുണ്ട്, ആ ഗ്രൂപ്പിലുള്ള എല്ലാവരും എന്നാൽ സ്പെസിഫിക് ആയിട്ട് 1 by 1 പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ. റെസിപ്രോക്കൽ എന്ന് പറയുന്നത് മ്യൂച്വൽ ആക്ഷൻ ആണ്, അല്ലെ, അലി ആൻഡ് സീത ഹെൽപ്ഡ് ഈച്ച് അതർ, അല്ലെ, അവർ രണ്ടുപേരും ഒരേ ആക്ഷൻ ആണ്, മ്യൂച്വൽ ആക്ഷൻ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്തു, അവർ രണ്ടുപേരുടെയും ആക്ഷനെ റെസിപ്രോക്കൽ ആയിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് പ്രൊനൗൺ ആണ് റെസിപ്രോക്കൽ പ്രൊനൗൺ. ഇവിടെ നമ്മൾ എല്ലാ ടൈപ്പ് ഓഫ് പ്രൊനൗണും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്, ആൻഡ് ഇതൊക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത്, അല്ലേ. അപ്പോൾ പ്രൊനൗൺ, പേഴ്സണൽ പ്രൊനൗൺ വരുന്ന സമയത്ത് റെഫേഴ്സ് ടു എ പേഴ്സൺ, തിങ് ഓർ ആനിമൽ, അതിൽ ആരാണ് ഇൻവോൾവ് ചെയ്തിട്ടുള്ളതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, പേഴ്സണൽ പ്രൊനൗൺ വന്നിട്ടുള്ളത്. ഫസ്റ്റ് പേഴ്സൺ ആണോ, സെക്കൻഡ് പേഴ്സൺ ആണോ, തേർഡ് പേഴ്സൺ ആണോ ഇൻവോൾവ് ചെയ്തിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഹീ ഈസ് എ ഡോക്ടർ. അപ്പോൾ ഇവിടെ സെക്കൻഡ് പേഴ്സൺ ആയിട്ടാണ് വരുന്നത്, ഹീ ആണ് കൊടുത്തിട്ടുള്ളത്. ഇനി പൊസസീവ് പ്രൊനൗൺ, ഓണർഷിപ്പ് കാണിക്കാൻ, ആരുടേതല്ലേ, ഹൂസ് ഈസ് ഇറ്റ്, അല്ലെ, ആരുടേതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രൊനൗൺ ആണ് എന്ത്, പൊസസീവ് പ്രൊനൗൺ. ദിസ് ബുക്ക് ഈസ് മൈൻ, എൻ്റേത് എന്ന് പറയുന്ന പൊസസീവ്നെസ് കാണിക്കാൻ വേണ്ടിയിട്ട്. റിഫ്ലെക്സീവ് പ്രൊനൗൺ, അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ആക്ഷൻ റിട്ടേൺസ് ടു ദ ഡുവർ, ഡുവറിലേക്ക് തന്നെ ആക്ഷൻ തിരിച്ചു വരുന്നതിനെയാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയാം. ദസ് ദ ആക്ഷൻ കം ബാക്ക് ടു ദ സബ്ജക്റ്റ്, ആ സബ്ജക്റ്റിലേക്ക് തന്നെ ആക്ഷൻ തിരിച്ചു വരികയാണ്, അതാണ് റിഫ്ലെക്സീവ് പ്രൊനൗൺ എന്ന് പറയുന്നത്. ഷീ ഹേർഡ് ഹെർസെൽഫ്. എംഫാറ്റിക് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഗീവ് എംഫസൈസ് ഓൺ എ നൗൺ, എക്സ്ട്രാ സ്ട്രെസ് ആർക്കാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഡെമോൺസ്ട്രേറ്റീവ് എന്ന് പറയുമ്പോൾ ഈ സംതിങ് ബീങ് പോയിന്റഡ്, എന്തെങ്കിലും പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കുന്നുണ്ടോ, ദിസ് ഈസ് മൈ ബാഗ്, ഇത് പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ടല്ലേ, ഈ ഒരു ബാഗിനെയാണ് ഇവിടെ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുള്ളത്. ഇൻട്രോഗേറ്റീവ് എന്ന് പറയുമ്പോൾ ഈസ് ഇറ്റ് ആസ്കിങ് എ ക്വസ്റ്റ്യൻ, എന്തെങ്കിലും ചോദ്യമാണോ നമ്മളോട് ചോദിക്കുന്നത്, ഹൂ കോൾഡ് യു, അല്ലെ, അതൊരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ
രണ്ട് ഇൻഫോർമേഷനെ കണക്ട് ചെയ്യാണ്. ദ ബോയ് ഹു വോൺ ഈസ് മൈ ഫ്രണ്ട്. ഇൻഡെഫിനിറ്റ് പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഈസ് ദ പേഴ്സൺ അല്ലെങ്കിൽ തിങ് അൺനോൺ ആണോ, സമ്മൺ ഈസ് ഔട്ട്സൈഡ്, നമുക്ക് അൺനോൺ ആയിട്ടുള്ള അൺസ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇൻഡെഫിനിറ്റ് യൂസ് ചെയ്യും. ഡിസ്ട്രിബ്യൂട്ടീവ് പ്രൊനൗൺ അതേപോലെ തന്നെ ഇൻഡിവിജ്വൽ കൺസിഡേർഡ് സെപ്പറേറ്റ്ലി, ഒരു ഗ്രൂപ്പിലുള്ള ഇൻഡിവിജ്വൽസിനെ സെപ്പറേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ടോ. ആൻഡ് ഈച്ച് റിസീവ്ഡ് എ പ്രൈസ്, എല്ലാവർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട്. ഈച്ച് ഓരോരുത്തർക്കും സമ്മാനം കിട്ടിയിട്ടുണ്ട് എന്നാണ്, എല്ലാവർക്കും എന്നല്ല. റെസിപ്രോക്കൽ പ്രൊനൗൺ എന്ന് പറയുമ്പോൾ ഷോസ് മ്യൂച്വൽ ആക്ഷൻ, ഈസ് ദ ആക്ഷൻ ഷെയർഡ് ബോത്ത്, ദേ ഹെൽപ്ഡ് ഈച്ച് അതർ. അപ്പോൾ ഇതാണ് നമ്മളുടെ പ്രൊനൗണിൻ്റെ ചെറിയൊരു ക്ലാസ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റൂലേ പ്രൊനൗൺ എന്താണ്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് പ്രൊനൗൺ ഉണ്ട്. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മാതിരി ഹി, ഷീ, ഇത് മാത്രമല്ല നൗണിന് പകരം. ഇപ്പോൾ നൗണിന് നമ്മൾ ഒരു സെൻറ്റൻസിൽ പല രീതിയിൽ നൗണുകളെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ രീതികളിലൊക്കെ ആ നൗണിന് പകരം ഉപയോഗിച്ച് വരുന്ന പ്രൊനൗണുകളാണ് ഇവിടെ 10 ആയിട്ട് എന്ത് ചെയ്തിട്ടുള്ളത്, ലിസ്റ്റ് ചെയ്തിട്ടുള്ളത്.